ആദ്യമേ തന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കിയതിനാലും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റാണി, ഇത് ഹസ്ബൻഡ് രാജു. ഞങ്ങൾ ചിറക്കൽ സെയിൻറ്റ് ജോസഫ് എടവകയിൽ നിന്നാണ് വരുന്നത്. 2022 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഭർത്താവിന് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദനയും അതിന് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നല്ല പ്രയാസങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 90% ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ബൈപ്പാസ് സർജറിയാണ് പറഞ്ഞത്. ഹസ്ബൻഡിന് ബൈപ്പാസ് സർജറി അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചെയ്തിട്ട് കാര്യമില്ല, ബൈപ്പാസ് തന്നെ ചെയ്യണം, നല്ല ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോയി ആ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം, കുറച്ച് റിസ്ക്കൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഓഗസ്റ്റ് 4 ആൻജിയോപ്ലാസ്റ്റി ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആളിന് ഭയങ്കര സീരിയസ് ആയിപ്പോയി. കുറച്ച് നേരം കഴിഞ്ഞാണ് ഹസ്ബൻഡിനെ അവിടെ നിന്ന് ഇറക്കിയത്. അപ്പോൾ ഹസ്ബൻഡിന് ഒട്ടും ശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, കണ്ണൊക്കെ ചെറുതായിട്ടേ തുറക്കണുണ്ടായിരുന്നുള്ളൂ. ആൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കണമായിരുന്നു. ഭയങ്കര സീരിയസ് ആയിട്ടാണ് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ച് എന്ത് പറ്റിയതാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നതാണ്, ആൾ ഭയങ്കര സീരിയസ് ആണ്, വെൻറ്റിലേറ്ററിലിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കണ്ണുറന്ന് തന്നെ ഒന്ന് വെറുതെ ഒന്ന് നോക്കിയിട്ടും ഡോക്ടർ വേഗം വെൻറ്റിലേറ്ററിലോട്ട് കൊണ്ടുപോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആൾ ഭയങ്കര സീരിയസ് ആണ്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണതെല്ലാം ചെയ്ത് ഇനിയൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല, ആളുടെ BP ഒക്കെ ഡൗണായി, ഹാർട്ടിൻ്റെ പമ്പിങ്ങൊക്കെ വളരെ കുറഞ്ഞു പോയി, എല്ലാ പ്രവർത്തനങ്ങളും നിലച്ച പോലെ തന്നെ ആയി, 99% ആൾ മരിച്ച പോലെ തന്നെ ആയിരുന്നു, കയറി കാണണമെങ്കിൽ കണ്ടോയെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ കയറി കണ്ടപ്പോൾ കണ്ണൊക്കെ പഞ്ഞി കൊണ്ടൊക്കെ മൂടി വെച്ചേക്കണമായിരുന്നു, വാ കുറച്ച് തുറന്ന് ഇരിക്കണ്ട, പല്ലൊക്കെ പൊങ്ങി, എന്താണ്ടും ആൾ മരിച്ചിട്ട് ഇങ്ങനെ മരവിച്ച് കിടക്കണ പോലെയാണ് കിടന്നത്. ഞാനൊരു നോക്കിയുള്ളൂ. പിന്നെ ഞാൻ ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞു അവിടെ ഇരുന്ന്, ഞാൻ അതൊന്ന് ശ്രദ്ധിക്കാൻ പോലെ ഞാൻ വേഗം മുറിയിലോട്ട് പോയി. അപ്പം അനിയൻ ചോദിക്കണം, അപ്പം അനിയനും അനിയൻ്റെ മോളും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എൻ്റെ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അനിയൻ ചോദിച്ച് ആൾ കൂളായിട്ടാണല്ലോ കയറിപ്പോയത്, പിന്നെ ഇപ്പം ഇതെന്ത് പറ്റിയതാണ് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറിന് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ടാണ്, ഇനി രക്ഷ ഉണ്ടാവുമെന്ന് തോന്നണില്ല, ആൾ അത്രയും ഡള്ളായി. പിന്നെ നോക്കിയപ്പോൾ ചുറ്റിനും മിഷനറിയൊക്കെയാണ്, കുറേ മിഷനറിയുടെ പ്രവർത്തനം കൊണ്ടാണ് ആളിപ്പോൾ ഇങ്ങനെ നിലനിൽക്കണത്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണതൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ കുറേ ഡോക്ടർമാരൊക്കെ ചുറ്റി നിന്ന് എന്തൊക്കെയോ ചെയ്യണുണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സിനൊക്കെ അറിയിച്ചോന്ന് പറഞ്ഞ്. അപ്പോൾ ഇവർ 9 സഹോദരങ്ങളാണ്, എല്ലാവരും വന്ന്. ഡോക്ടർ പറഞ്ഞ് ഇനി രക്ഷയൊന്നുമില്ല, നാളെ ഒരു 10 മണിയാവുമ്പോൾ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റും, അപ്പോൾ ബോഡി കൊണ്ടുപോയിക്കോ, ഒരു രക്ഷയുമില്ലട്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ചേച്ചിയുടെ മോനെ മരുമകളെയും വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് കാലത്തെ കൃപാസനത്ത് പോകണം, മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവർ കാലത്തെ 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ വന്ന് ഞങ്ങൾ ചേച്ചിയുടെ മോനും മരുമകളും ഞാനും കൂടി കൃപാസനത്ത് വന്ന്. അപ്പോൾ അവിടെ ഇരിക്കണ മാതാവിൻ്റെ അടുത്താണ് ഞാൻ ആദ്യം കയറി പ്രാർത്ഥിച്ചത്. മാതാവിനോട് പറഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ യാചിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞ് വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ മാതാവിനിട്ട് നോക്കി കരഞ്ഞുകൊണ്ടിരുന്നേച്ച്. അപ്പോൾ എൻ്റെ ഇപ്പുറത്തെ എൻ്റെ ചേച്ചിയുടെ മരുമകളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫോൺ വന്നു, എനിക്ക് അപ്പോഴേ മനസ്സിലായി ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും വന്നതെന്ന്. ഞാനപ്പോൾ അത് കഴിഞ്ഞ് അത് വന്നിരിക്കുകയും ചെയ്ത് എൻ്റെ അടുത്ത്, ഞാനൊന്നും ചോദിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറയണത്. അപ്പം എനിക്ക് പ്രയാസമെല്ലാം നേർത്ത് അതെല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറയണുണ്ടോ, അപ്പം ഫോൺ വന്നത് ഡോക്ടർ പറഞ്ഞ് ആൾ എല്ലാം ഡൗണായി, ഇനി ഒന്നും പറയാനില്ല, ഞങ്ങൾക്ക് BP ഡൗണായി, ഇപ്പം മരുന്നിനോട് ഒട്ടും പ്രതികരിക്കണില്ല,
എല്ലാ പ്രവർത്തനങ്ങളും ഡൗണായി, ഇനിയൊന്നും പറയാനില്ല ചെയ്യാനും ഇല്ലെന്ന് പറഞ്ഞ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് എന്നോട്. അപ്പം ഇതൊന്നും മരുമകൾ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് നമുക്ക് ഇവിടെ അകത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ അകത്ത് വന്നിരുന്ന് ഞാനും ചേച്ചിയുടെ മരുമകളും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴും ഒരു ഫോൺ വന്ന്. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ടും പറഞ്ഞു, ആൻറ്റി അങ്കിള് കണ്ണ് തുറന്ന് BP ഒക്കെ നോർമലായി, BP ഒക്കെ ഒരുമാതിരി നോർമലായി, ഹാർട്ടിൻ്റെ പമ്പിങ്ങൊക്കെ ഒരുമാതിരിയൊക്കെ നല്ലോണം നടക്കണുണ്ട്, മരുന്നുകളോടൊക്കെ പ്രതികരിച്ചു തുടങ്ങി. കണ്ണ് തുറന്ന് എല്ലാവരുമായിട്ടും ഒന്ന് നോക്കി, ആൻറ്റീനെ ആയിരിക്കും നോക്കണത്, അപ്പോൾ ആൻറ്റീനോട് വേഗം വരാൻ എല്ലാവരും പറയണുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്ന് മാതാവിന് നന്ദി പറഞ്ഞിട്ടും ഞങ്ങൾ പോയി. പിന്നെ അവിടെ ചെന്നപ്പോഴേക്കും ഹസ്ബൻഡ് എന്നെ കണ്ണു തുറന്നൊക്കെ നോക്കി. എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, നീ എന്നാൽ ഈ സമയത്ത് മാതാവിൻ്റെ അടുത്ത് പോയല്ല, അപ്പം പിന്നെ മാതാവ് പ്രാർത്ഥന കേൾക്കാണ്ടിരിക്കലല്ല, ഞങ്ങൾക്കാണെങ്കിൽ അങ്ങനെ പ്രയാസം വന്ന് ഞങ്ങളാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നാനെ, നീ എന്നാലും പോയല്ല മാതാവിൻ്റെ അടുത്തെന്ന് പറഞ്ഞ്. പിന്നെ ഹസ്ബൻഡ് നല്ലോണമൊക്കെ നോക്കി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഹസ്ബൻഡിനെ കാണാൻ പോകുമ്പോഴേക്കും മാതാവിൻ്റെ തൈലം നെറ്റിയിൽ ഇടും, പിന്നെ കാശ് രൂപമൊക്കെ പിടിച്ചിട്ടാണ് ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എപ്പോഴും ഒരു ചെറിയ മാതാവിൻ്റെ രൂപം കൊണ്ട് പോകുമ്പോൾ അവിടുത്തെ ഡോക്ടർ, ഒരു അസിസ്റ്റൻറ്റ് ഡോക്ടർ എപ്പോഴും കാണുമായിരുന്നു ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ രൂപം വാങ്ങിച്ച് അവിടെ ഹസ്ബൻഡിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടായിരുന്നു, വെൻറ്റിലേറ്ററിലാണ് കിടക്കണത്. ആ സ്റ്റാൻഡിൻ്റെ മീതെ വെച്ചിട്ടും പറഞ്ഞ് ഒരു നേഴ്സിനോട് അത് അവിടെ ഒട്ടിച്ച് വെച്ചേര്, ഒരു ചെറിയ രൂപമാണ്, മാതാവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും കേട്ടോ, എല്ലാ ദിവസവും കൊണ്ടുപോകാനല്ലേ, ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അവിടുത്തെ വയ്ക്കുകയും ചെയ്ത്. അങ്ങനെ 3 ആഴ്ചയോളം വെൻറ്റിലേറ്ററിൽ കിടന്ന്, പിന്നെ ICUലോട്ട് മാറ്റി, പിന്നെ ഒരാഴ്ചയും കൂടി റൂമിലോട്ട് മാറ്റി. ഇപ്പം ഒരു കുഴപ്പവുമില്ല, നല്ലോണം സൗഖ്യമായിട്ടിരിക്കണം. മരുന്നുകളൊക്കെ ഉണ്ട് എങ്കിലും ഒരു കുഴപ്പവുമില്ല. പുറത്തിനിട്ട് പേപ്പറൊക്കെ വാങ്ങിച്ചു കൊടുക്കും, പിന്നെ ഫുഡൊക്കെ കൊടുക്കും, ആൾക്കാർക്ക് പാവപ്പെട്ടവരെ സഹായിക്കും. ഡോക്ടർമാരിത് എല്ലാം കഴിഞ്ഞിട്ടും പറഞ്ഞത് ഒരു 6 മാസമെങ്കിലും കഴിയുമ്പോഴേ പിടിച്ചേ നടക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 6 മാസം കഴിഞ്ഞ്, 6 മാസം ആവുന്നതും തന്നെ എനിക്ക് തന്നെ നടക്കാനുള്ള ആരോഗ്യമൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അതിന് മാതാവിനോടും ദൈവത്തിനോടും ഞാൻ നന്ദി പറയുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജോസഫ് അച്ഛനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. അച്ഛൻ ആ ഫോട്ടോ വാങ്ങി മാതാവിൻ്റെ അടുത്ത് മുട്ടിക്കുകയും അതിൽ കുരിശൊക്കെ ഇട്ട് എത്രയും പെട്ടെന്ന് സുഖമാകും എന്ന് പറയുകയും ചെയ്ത്. തന്ന അനുഗ്രഹങ്ങൾക്ക് മാതാവിനും ദൈവത്തിനും 1000 നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാം തിരുവചനം. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. 99% മരിച്ച ഒരു വ്യക്തിയാണ് റാണിയുടെ ഹസ്ബൻഡ് രാജു ഇവിടെ അൾത്താരയിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാം അവസാനിച്ചു എന്നറിഞ്ഞപ്പോഴാണ് റാണി വെൻറ്റിലേറ്ററിൽ കയറ്റിയിരുന്ന ഹസ്ബൻഡിനെ അവിടെ വിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലേക്ക് ഓടി വന്നുകൊണ്ട്, എൻ്റെ ഹസ്ബൻഡിനെ ജീവൻ തിരിച്ചു തരണമേ, മറ്റൊന്നും എനിക്ക് പറയാനില്ല, പ്രാർത്ഥിക്കാൻ വാക്കുകളില്ലാത്ത ഒരു വലിയ അവസ്ഥയിലാണ് റാണി ഇവിടെ വന്നിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. സുവിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈശോ ഉയർപ്പിച്ച ഒരുപാട് വ്യക്തികളെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ലാസറിനെ ഉയർപ്പിച്ച ഈശോ, അവരുടെ ദുഃഖങ്ങളിൽ കരയുന്ന ഈശോ. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ എസെക്കിയേൽ പ്രവാചകൻ്റെ 37-ാമത്തെ അധ്യായത്തിൽ അസ്ഥികളുടെ താഴ്വരയിൽ പ്രവാചകനോട്, എസെക്കിയേൽ പ്രവാചകനോട് ദൈവം ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? പ്രവാചകൻ പറഞ്ഞു, അങ്ങേക്കറിയാമല്ലോ. അങ്ങേക്ക് മാത്രം, ഈശോയ്ക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ് നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കുമോ ഇല്ലയോ എന്നുള്ളത്. നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ്, ജീവിത രീതിയാണ് ഉടമ്പടി എന്നുള്ളത്. റാണിയും രാജുവും ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് ജീവിച്ച് പ്രതീക്ഷകൾ കൈവിടാതെ, പ്രത്യാശ കൈവിടാതെ തൻ്റെ പ്രാർത്ഥനയുടെ 100% വിളവ്, 100 മേനി വിളവ് കൊയ്തെടുത്തതിൻ്റെ സാക്ഷ്യമാണിത്.
നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ജീവനിലേക്ക് വീണ്ടും പ്രവേശിക്കുവാൻ നൽകിയ വലിയ അനുഗ്രഹത്തിന്, വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.